നമസ്കാരം. പൈതൃകം ഓൺലൈൻ TV ചാനലിൻ്റെ ഭാരതീയ ആചാരങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള പഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിത്യകർമാനുഷ്ഠാനങ്ങളിൽ പല്ല് തേക്കുന്ന കാര്യമാണ്. അപ്പോൾ നാവ് പിടിക്കുന്ന കാര്യം പറഞ്ഞു. വാസ്തവത്തിൽ ടൂത്ത് പേസ്റ്റ് ആവശ്യമില്ല ഈ മാവില ഉപയോഗിക്കുകയാണെങ്കിൽ. എന്തായാലും രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. ഞങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഒരു പുതിയ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി. മാവില പേസ്റ്റ് മനസ്സിലായോ? മാവിലയുടെ എസൻസ് ചേർത്തുള്ള പേസ്റ്റാണ്. വാസ്തവത്തിൽ എസൻസ് ഒന്നും ആവശ്യമില്ല, പേസ്റ്റും ആവശ്യമില്ല, മാവില മാത്രം മതി എൻ്റെ വായിനെ ശുദ്ധീകരിക്കാനായിട്ട്. പക്ഷേ വടക്കോട്ട് ഇരുന്ന് തുപ്പുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് നമ്മൾ വേറെ ഒരു രഹസ്യത്തിലേക്ക് കിടക്കുന്നത്. ഭൂമിയുടെ തെക്ക് വശത്തുനിന്ന് വടക്കോട്ട് പോകുന്ന അച്ചുതണ്ട് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജിയാണത്. കാരണം ആകാശത്തിൻ്റെ തെക്ക് വശത്ത് തെക്കേ സൈഡുണ്ടല്ലോ, അവിടെ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഊർജ്ജ തരംഗങ്ങളൊന്നും കിട്ടുന്നില്ല. അവിടെ തെക്ക് വശം കെമിക്കൽ എനർജി എന്നറിയും. അവിടെ തെക്ക് വശം, വീടിൻ്റെ തെക്ക് വശത്തും ഇതുപോലെ തന്നെ ആ തെക്കുന്ന് വരുന്ന കെമിക്കൽ എനർജിയാണ് അന്തരീക്ഷത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, മണ്ണിലും ഡെപ്പോസിറ്റ് ചെയ്യുക, കെമിക്കൽ എനർജീസ്. ആ കെമിക്കൽ എനർജി വരുമ്പോൾ അത് മണ്ണിനാണ് രോഗം ഉണ്ടാക്കുന്നതാണ്. പല കെമിക്കൽസ് ആയിരുന്നു. ഇപ്പോൾ ഫോസ്ഫറസുമായിട്ടുള്ള പല കെമിക്കൽസ് ഉണ്ട്. അത് ഫിയർ ഇൻഡ്യൂസിങ് കെമിക്കലാണ് ഫോസ്ഫറസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശവസംസ്കാരമൊക്കെ നടക്കുന്ന സമയത്ത് ശവങ്ങൾ ദഹിപ്പിക്കുമ്പോൾ വളരെ നല്ലതാണ്. ഈ അന്തരീക്ഷത്തിലെ അണുക്കളെ മാലിന്യങ്ങളെ എല്ലാം നശിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ ദഹിപ്പിക്കുന്നത്. പക്ഷെ അതിന് മാവിൻ്റെ വിറക് ഉപയോഗിക്കണം കേട്ടോ. ഏറ്റവും നല്ലതാണ് ദഹിപ്പിക്കുന്നത് മാവിൻ്റെ വിറക് കൊണ്ട് അത് ദഹിപ്പിക്കുകയാണെങ്കിൽ ആ ശവങ്ങളൊക്കെ അസ്വലായിട്ട് ദഹിച്ചു പോകുന്നു മാത്രമല്ല അണുക്കളൊക്കെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ദുർഗന്ധം പോലും ഉണ്ടാവില്ല മാവിൻ വിറക് ഉപയോഗിച്ചാൽ. ഇപ്പം എത്ര വളരെ കാര്യം ആലോചിച്ച് നോക്കൂ. വീടിൻ്റെ പരിസരത്തുള്ള അണുക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ. എന്നാലും തെക്ക് വശം കെമിക്കൽ എനർജിയുടെ ഒരു ഭാഗമായതുകൊണ്ട് മുമ്പൊരിക്കലും പറയേണ്ടായി. അവിടെ നല്ല പുളിയുള്ള വൃക്ഷങ്ങൾ നടുകയാണെങ്കിൽ ആ തെക്ക് വശത്തെ കെമിക്കൽ എനർജിയെ ശുദ്ധീകരിച്ച് തരും. എന്നിപ്പോൾ ശവസംസ്കാരം നടക്കുന്നില്ലല്ലോ, മാവും വിറക് അവിടെ ഇല്ല. അപ്പോൾ ഈ തെക്ക് വശത്തുള്ള ഈ കെമിക്കൽ എനർജിയെ പുളിയുള്ള വൃക്ഷങ്ങൾ വലിച്ചെടുക്കുക പറഞ്ഞാൽ ഏറ്റവും നല്ലത് ടാമറിൻഡ്, വാളംപുളി തന്നെയാണ്. എന്നിട്ട് ആ ഊർജ്ജത്തിനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വിടും. വീടിന് തെക്കും വടക്കും നമുക്ക് ദ്വാരങ്ങൾ കൊടുത്തിട്ടില്ലേ, ക്രോസ് വെൻറ്റിലേഷൻ കൊടുത്തിട്ടില്ലേ. അതിൽ കൂടി ഈ ഊർജ്ജ തരംഗങ്ങളെ അകത്തു കൂടെ പാസ് ചെയ്യും. തെക്ക് നിന്ന് വടക്കോട്ട്, നേരെ തെക്കുന്ന് വടക്കോട്ടല്ല, തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് വടക്ക് കിഴക്കേ മൂലയിലേക്ക് 22 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അച്ചുതണ്ട് സഞ്ചരിക്കുന്നത്. അപ്പം അങ്ങനെ പോവുകയാണ്, വടക്ക് കിഴക്കേ മൂലയിലേക്ക് പോവും. വടക്ക് കിഴക്കേ മൂലയിലെത്തുന്ന സമയത്ത് വീടിൻ്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും വലിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജനലൊക്കെ അടച്ചിട്ടില്ലേ രാത്രിയിൽ കിടക്കുന്നത്. എന്തുമാത്രം മാലിന്യങ്ങളാണ് അത് കെട്ടിക്കിടക്കുന്ന വായു. മാത്രം നമ്മുടെ ദേഹത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം ശരീരത്തിലെ വിയർപ്പ്, ദുർഗന്ധങ്ങൾ, ഇതെല്ലാം കൂടി വീടിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. രാവിലെ ജനലൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ. ഏതായാലും ഈ അച്ചുതണ്ട് ഈ ക്രോസ് വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തെക്ക് നിന്ന് പുറപ്പെട്ട് ആ കെമിക്കൽ എനർജി വീടിൻ്റെ മുറികൾക്കുള്ളിൽ കൂടെ പോയിട്ട് വടക്ക് വശത്തേക്ക് എത്തുമ്പോഴേക്കും വീടിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും വലിച്ച് വടക്കോട്ട് കൊണ്ടുപോകും. ഈ അച്ചുതണ്ടിൻ്റെ പോക്കുള്ളത് കൊണ്ടാണ് ഒരാചാരം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഈ സന്ധ്യാദീപം കത്തിക്കുമല്ലോ, അടുക്കളയിൽ വെച്ച് അത് കത്തിക്കുക. ആ വടക്ക് കിഴക്കേ ഭാഗത്താണല്ലോ അടുക്കള. കത്തിക്കുന്ന സമയത്ത് ആ സന്ധ്യാദീപം കത്തിക്കുന്ന സമയത്ത് വടക്കോട്ടുള്ള വാതിൽ അടച്ചിടുന്നതിന് നിയമമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നുമല്ല, ഈ അച്ചുതണ്ട് ആ സന്ധ്യാദീപത്തിലെ ശുദ്ധമായിട്ടുള്ള എനർജിയെ വലിച്ചെടുത്തുകൊള്ളൂ. ഇതാണ്, അതുകൊണ്ടാണ് വാതിലടച്ചിടാൻ പറഞ്ഞു വടക്കോട്ടുള്ളത്. ശരി, എന്തായാലും ഈ അച്ചുതണ്ട് ഈ വീടിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം വടക്കോട്ട് വലിച്ചുകൊണ്ട് പോയാൽ വടക്ക് വശത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആകെ മാലിന്യങ്ങളായിരിക്കും വടക്ക് വശത്ത്. അതുകൊണ്ടൊരു ചൊല്ല് പറയും, ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പൂവൊക്കെ ശേഖരിച്ച് കൊടുക്കില്ലേ, ഇപ്പം ഒന്നും ആരും നിയമം നോക്കുന്നില്ല കേട്ടോ. വടക്ക് വശത്ത് വളരുന്ന പൂക്കളെടുത്ത് അമ്പലങ്ങളിൽ പൂജിക്കാൻ കൊടുക്കാൻ പാടില്ല. വടക്ക് വശത്ത് പടുമുളച്ചതായിട്ടുള്ള ഈ മത്തൻ കൊമ്പളം ഇതൊക്കെ ഇല്ലേ, ഇതുപോലും വീട്ടിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കരുത്. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞറിയോ? അത് മുഴുവൻ ഇമോഷണൽ എനർജിയാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ, ആ സസ്യങ്ങളിൽ മുഴുവൻ. ആ ഇമോഷണൽ എനർജിയെ ശുദ്ധീകരിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് മാവ്. വടക്ക് വശത്ത് ആ മാവ്
ഈ അണുക്കളെ മുഴുവൻ വലിച്ചെടുക്കും. വീടിൻ്റെ അകത്തോടെ പോകുന്ന ഈ അണുക്കളെയും ദുർഗന്ധത്തിനെയും ഒക്കെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കും. ഏത് മാവ്? വടക്ക് വശത്ത് വരുന്ന വിക്തമാവ്. അതുകൊണ്ട് ശവസംസ്കാരത്തിന് ഉപയോഗിക്കുമ്പോൾ വടക്ക് വശത്ത് വളരുന്ന മാവിൻ്റെ കൊമ്പുകൾ ഉപയോഗിക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. വടക്ക് വശത്തെ മാവിൻ്റെ, എന്തായാലും മാവ് നടാൻ ഏറ്റവും പറ്റിയ സ്ഥലം വടക്ക് വശമാണ്, അറിയേണ്ടതാണ്. അപ്പോൾ ഈ വടക്ക് വശത്തേക്ക് അച്ചുതണ്ട് ഈ അണുക്കളെയും ദുർഗന്ധത്തിനെയും എല്ലാം വലിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മൾ വടക്കോട്ട് തുപ്പുകയാണ് എന്നുണ്ടെങ്കിൽ ആ തുപ്പലിൻ്റെ ഉള്ളിലത്തെ മാലിന്യങ്ങളെയും അശുദ്ധികളെയും എല്ലാം തന്നെ ഈ അച്ചുതണ്ട് വലിച്ചു വടക്കോട്ട് കൊണ്ടുപോയിക്കോളും. അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മളോട് വടക്കോട്ട് തിരിഞ്ഞ് തുപ്പാൻ പറഞ്ഞത്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പല്ലിയേക്കുക, വടക്കോട്ട് തിരിഞ്ഞ് തുപ്പുക. ആചാരം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഇനി എന്തായാലും ഇതിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം.